ഒരു സ്ഥാപനത്തിൽ തെറ്റായ കാര്യങ്ങൾ നടന്നു. സംസ്ഥാന സർക്കാർ ഫലപ്രദമായി അതിൽ ഇടപെട്ടു, എല്ലാ ഏജൻസികളും ഇടപെട്ടു. ഈ പറഞ്ഞ പുറം ഏജൻസി വന്നു, അവരുടെ അന്വേഷണം ആരംഭിച്ചു. എന്താ അവർ ചെയ്തത്? ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും അധികം കോട്ടം തട്ടുന്ന രീതിയിൽ ഇടപെട്ടാൽ ഒന്നാം പ്രതിസ്ഥാനത്തിരിക്കേണ്ട വ്യക്തി ആ മനുഷ്യനെ മാപ്പുസാക്ഷിയാക്കുക. യഥാർത്ഥ തെറ്റുകൾ ചെയ്ത ഒരാളെ മാപ്പുസാക്ഷിയാക്കി ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്? അതാണോ സാധാരണ അന്വേഷണ രീതി? ഏതെങ്കിലും അന്വേഷണ ഏജൻസി അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? രാഷ്ട്രീയമായി ചിലരെ തേജോവധം ചെയ്യാനുള്ള പ്രചരണത്തിനുള്ള കരുക്കൾ ഇയാളിൽ നിന്ന് കിട്ടണം. സ്വാഭാവികമായി കിട്ടുമല്ലോ, കാരണം മാപ്പുസാക്ഷിയാകുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടല്ലേ നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്, നിയമപരമായ വിചാരണയല്ലേ നേരിടേണ്ടത്. ആ കുറ്റത്തിൽ നിന്ന് അയാൾ രക്ഷിക്കാനല്ലേ നോക്കുന്നത്, രക്ഷിക്കുന്നതിൻ്റെ പ്രത്യുപകാരം ചെയ്തു കൊടുക്കല്ലേ. ഇതും കേരളത്തിൽ സംഭവിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. അതൊരു ഭാഗം. അതുകൊണ്ട് അതിലേക്ക് മുഴുവനായി കേന്ദ്രീകരിച്ച് നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നാം പ്രധാനമായി ഊന്നേണ്ടത് ഒരു സ്ഥാപനത്തിലും ഒരു തരത്തിലുള്ള അഴിമതിയും ഉണ്ടാകരുത് എന്നതിനാണ്. അത് ഇപ്പോൾ വകുപ്പ് നല്ല രീതിയിൽ ഉറപ്പാക്കുന്നുണ്ട്. ഇവിടെ വായ്പാ സംഘങ്ങളാകുമ്പോൾ നിയമപരമായ രീതിയിൽ അഴിമതി നടത്താൻ ചിലർ ശ്രമിച്ചു എന്ന് വരും. അതെന്താണ് നിയമപരമായ അഴിമതി എന്ന് പറയുന്നത്? ഇപ്പോൾ വായ്പാ സംഘമല്ലേ, അവർ വായ്പ കൊടുക്കുമല്ലോ. വായ്പ കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ വായ്പക്ക് അർഹതയുള്ളവർക്കാണല്ലോ. അവിടെ ഭരണസമിതിയുണ്ട്, ആ ഭരണസമിതി അംഗങ്ങളുണ്ട്. ആ ഭരണസമിതി അംഗങ്ങൾക്ക് തെറ്റായ രീതിയിൽ വായ്പ കൊടുക്കുന്ന രീതി ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അത് കുറ്റകരമായ കാര്യമാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരുണ്ട്. ഏതെങ്കിലും ജീവനക്കാരനോ ജീവനക്കാരിയോ അനർഹമായ രീതിയിൽ വായ്പ എടുക്കുന്നുണ്ടോ? അതും സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സംഘങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങളിലെ ഈ വായ്പ കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണസമിതി അംഗങ്ങളോ ജീവനക്കാരോ അവരുടെ ബന്ധുക്കളോ ഈ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടോ എന്ന വിവരം ആ സംഘത്തിൻ്റെ ജനറൽ ബോഡിയിൽ മറ്റ് കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവതരിപ്പിക്കണം. അത് വന്നാൽ ആളുകൾക്കെല്ലാം പിടികിട്ടും എന്താണെന്നുള്ളത്. ഈ പറയുന്നൊരു പ്രവണത തെറ്റായ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും ഇടയാകും. അപ്പം അതിനുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയാണിപ്പോൾ സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്.